ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫ്രൂട്ടസ്. അപ്പം BGMIയുടെ പുതിയ അപ്ഡേറ്റിൻ്റെ അകത്ത് 2 പുതിയ അച്ചീവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയാണിത് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ നിലവിൽ 2 പുതിയ അച്ചീവ്മെൻറ്റാണ് വന്നിട്ടുള്ളത് പുതിയതായിട്ട്. ഒന്ന് എസ് പൈലറ്റ് എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റും രണ്ടാമത്തത് മെക്ക പൈനിയർ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റുമാണ്. അപ്പോൾ എസ് പൈലറ്റ് എന്ന് പറയുന്ന ഈ ഒരു അച്ചീവ്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളാണ്, പക്ഷേ ഇച്ചിരി ഡിഫിക്കൽട്ടുമാണ്. സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ റോബോട്ട് ഉണ്ടല്ലോ, നമ്മുടെ മെക്ക റോബോട്ട്, മെക്കാക്കുട്ടൻ എന്ന് നമുക്ക് വിളിക്കാം തൽക്കാലം. അപ്പം പുള്ളിക്കാരനെ വെച്ചിട്ട് നമ്മളൊരു 3 മാച്ച് വിൻ ചെയ്യണം. അതായത് പുള്ളിയെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വിൻ ചെയ്യണം, ചിക്കൻ അടിക്കണം. അതിൽ ഇരുന്നുകൊണ്ട് തന്നെ ചിക്കൻ അടിക്കണം. അതാണ് സംഭവം. അങ്ങനെ 3 മാച്ച് ചിക്കൻ അടിക്കുമ്പോൾ ഈ എസ് പൈലറ്റ് എന്ന് പറയുന്ന മിഷൻ കംപ്ലീറ്റ് ആവും. അതിൻ്റെ റിവാർഡായിട്ട് നമുക്ക് കുറച്ച് അച്ചീവ്മെൻറ്റ് പോയിൻറ്റും പ്ലസ് ഈ ഒരു 2 ക്ലാസിക് ക്രെഡിറ്റിൻ്റെ കൂപ്പണും കിട്ടും. ഇനി നമുക്ക് അടുത്ത ഒരു മിഷൻ കിടപ്പുണ്ട്, അതായത് അച്ചീവ്മെൻറ്റ് കിടപ്പുണ്ട്, മെക്ക പൈനിയർ എന്ന് പറയുന്ന അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഗണ്ണ്. ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഗണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോബോക്കൂട്ടൻ്റെ തല മാത്രമായിട്ട് കിട്ടും ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സ്കില്ലുണ്ട്, മാഗ്നറ്റിക് ഗണ്ണ് എടുക്കുന്നൊരു സ്കില്ലുണ്ട്, അത് യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഗണ്ണായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആ ഗണ്ണായിട്ടൊന്ന് യൂസ് ചെയ്യണം. ഗണ്ണെടുത്ത് ചുമ്മാ കൈ വെച്ചിട്ട് കാര്യമില്ല, അതെടുത്തൊന്ന് എക്യൂപ്പ് ചെയ്തിട്ട് തന്നെ പവർ ഒന്ന് യൂസ് ചെയ്യണം. അതേപോലെ തന്നെ അത് ഗണ്ണ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റോബോട്ട് കൂട്ടൻ്റെ തല മാത്രമായിട്ടുള്ള അതിൻ്റെ അകത്ത് ഈ മാഗ്നറ്റിക് ഗണ്ണിൻ്റെ പവറുണ്ട്, അത് യൂസ് ചെയ്യാം. അതാണ് ആദ്യത്തെ മിഷൻ. രണ്ടാമത്തെ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ റോബോട്ട് കൂട്ടൻ്റെ മിസൈലിൻ്റെ സ്കില്ലുണ്ട്, അതൊന്ന് യൂസ് ചെയ്യുക. അത് ഫുൾ റോബോട്ട് കൂട്ടനെ വെച്ചിട്ടും ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റോബോട്ട് കൂട്ടൻ്റെ കാല് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്യുക. കാല് മാത്രം വെച്ച് യൂസ് ചെയ്യുമ്പോഴാണ് കൗണ്ട് ആവുന്നത്. മേളിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ കൗണ്ട് ആവുന്നില്ല എന്നൊരു കേൾവിയുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പം മിസൈൽ യൂസ് ചെയ്യുന്ന പവർ യൂസ് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ റോബോട്ട് കൂട്ടനെ 2 പാർട്ടായിട്ട് കിട്ടും. അതായത് തല മാത്രമായിട്ടും കിട്ടും, കാല് മാത്രമായിട്ടും കിട്ടും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക. കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ പവറൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ സൈഡിൽ കൂടെ വിഷ്വലായിട്ടും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇത്രയാണ് ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ. ഈ ഒരു മിഷൻ, നമ്മൾ ഈ ആദ്യം പറഞ്ഞ മിഷനല്ല, ഈ രണ്ടാമത്തെ മിഷൻ നമുക്ക് ഒറ്റ മാച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നുള്ളൂ, ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഫസ്റ്റ് മിഷൻ 3 മാച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിക്കനൊക്കെ അടിക്കണം, അതൊക്കെ ഇച്ചിരി റിസ്ക്കാണ്. അപ്പം ഇത്രയേ ഉള്ളൂ അച്ചീവ്മെൻറ്റ്. അപ്പോൾ 2 അച്ചീവ്മെൻറ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഏകദേശം 60 അച്ചീവ്മെൻറ്റ് പോയിൻറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് പലരും അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാനായിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.